ഹായ് ഫ്രണ്ട്സ്, പൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പൈ ഡാറ്റ അനാലിസിസ് യൂസിങ് പൈത്തൺ എന്ന മൊഡ്യൂളിൽ നമ്പൈ ലൈബ്രറിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് കൂടി നമ്മൾ നമ്പൈ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്പൈ എങ്ങനെ ഇതിലെ ലൈബ്രറി എങ്ങനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. import numpy as np then run ചെയ്യാം. അത് റണ്ണാണുണ്ട്. അതിന് മുന്നേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ഷാലോ ആൻഡ് ഡീപ്പ് കോപ്പീസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ്. നമുക്ക് ഇത് അത്യാവശ്യമായിട്ട് വരും ഡാറ്റ അനാലിസിസ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഷാലോ ആൻഡ് ഡീപ്പ് കോപ്പിയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഉദാഹരണത്തിൽ ഒരു എ എന്നുള്ള വേരിയബിൾ is equal to np dot arrange 1 to 5. ഓക്കെ, ഇത് കൊടുക്കുക. അപ്പോൾ എയുടെ റൺ ആയിട്ടുണ്ട്. എൻ്റർ 1 മുതൽ 4 വരെ നമുക്ക് ഒരു അറേ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒരു ബി എന്നുള്ളൊരു വേരിയബിൾ എടുക്കുന്നു. ഈ ബി എന്നുള്ള വേരിയബിളിന് എൻ്റെ എ ഡോട്ട് റീഷേപ്പ് കൊടുത്തിട്ട്, റീഷേപ്പ് എങ്ങനെയാണ് റീഷേപ്പ് ചെയ്യുന്നത്? 2 into 2. ഓക്കെ, 2 കോളം അല്ല, സോറി, 2 റോ 2 കോളം 2 കോളമായിട്ട് ഞാൻ ഇതിനെ റീഷേപ്പ് ചെയ്ത് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്, ബിയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി റീഷേപ്പ് ചെയ്ത് വന്ന്. ഓക്കെ, അപ്പോൾ എ എന്നുള്ള വാല്യൂ, എ എന്നുള്ള അറേ നമുക്കറിയാം. ഈ എ എന്നുള്ള അറേ ഇതാണ്, എ എന്നുള്ള അറേ. ഓക്കെ, ഈ സെയിം അറേനെ നമ്മൾ ബിയിൽ എന്താക്കിയതാണ് ചെയ്തത്? റീഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ബി എന്നുള്ള അറേ ഇത് കിട്ടി, സെയിം എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമുക്കൊരു ഡൗട്ടുള്ളത് വെച്ചാൽ, എയിൽ ഒരു ചേഞ്ച് നടത്തിയാൽ അത് ബിയിലും അതേപോലെ വരുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഷാലോ കോപ്പി ഡീപ്പ് കോപ്പി മനസ്സിലാവും. ഓക്കെ, ഉദാഹരണത്തിൽ എ എന്നുള്ള അറേൻ്റെ എ ഈക്വൽ ടു എ എന്നുള്ള എ ഓഫ് ഇൻഡെക്സ് 0, ഇൻഡെക്സ് 0 ഈക്വൽ ടു എന്താക്കി, ഞാൻ 100 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ഇൻഡെക്സിൽ എൻ്റെ ഇൻഡെക്സ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റർ പറഞ്ഞാൽ ഇവിടെ നമുക്ക് 1 ആയിരുന്നു കിട്ടിയിരുന്നത്, ഈ 1 മാറി 100 ആയിട്ടുണ്ട്. എന്നാലും ബിയിൽ നമ്മൾ സെപ്പറേറ്റ് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. പക്ഷെ എന്നാലും ബിയിലെ എലമെന്റ് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഡീപ്പ് ഷാലോ കോപ്പി എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണത്തിൽ ഒരു വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു എലമെന്റ് മറ്റൊരു വേരിയബിളിലെ വാല്യൂ പോലും ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ ഷാലോ കോപ്പി എന്ന് പറയും. മനസ്സിലായില്ലേ?
ഇത് രണ്ടും വ്യത്യസ്തമായ ഒബ്ജക്റ്റുകളാണ്. ഇത് 2D ആണെങ്കിൽ ഇവിടെ മറ്റേതാണ് സിംഗിൾ 1D അറയാണ്. പക്ഷെ ഇതിൽ 1D അറയിൽ ചേഞ്ച് ഈ 2D അറയ്ക്കും സെപ്പറേറ്റ് ആയിട്ടും അല്ല 2D അറയിലുള്ള വാല്യൂ മാറുന്നുണ്ട് കറസ്പോണ്ടിങ്ങിൽ. അപ്പോൾ ഇതിനെയാണ് ഷാളോ കോപ്പി എന്ന് പറയുന്നത്. എന്നാൽ ഡീപ്പ് കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്താൽ അത് കറസ്പോണ്ടിങ് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വാല്യൂ ചേഞ്ച് ചെയ്താൽ ആ സെയിം വാല്യൂയിൽ നിന്ന് ഡെറൈവ് ചെയ്തുണ്ടായ വേറൊരു ഒബ്ജക്റ്റിന് മാറ്റം വരുന്നില്ല. അതിന് ഡീപ്പ് കോപ്പി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് C equal to a dot copy. A dot copy. C enter. എന്താണ് C equal to a dot copy. ഈ സിയിൽ നമ്മൾ എന്താക്കാണ്, C of index 0 equal to ഞാൻ എന്താക്കി 500 കൊടുക്കാം, അല്ല 400. എനിക്ക് അത് വരെ. ഇനി C enter നോക്കാം. C enter 400 2 3 ഈ 100 C എന്നുള്ള ഈ വാല്യൂ എന്തായിട്ടുണ്ട്, 4 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ C എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്താണ് A dot കോപ്പി ആയിട്ടും എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി എന്താണ് ഈ 100 തന്നെയാണ്. പക്ഷെ അതിന്റെ കോപ്പി എടുത്തു. C ഈക്വൽ ടു നമ്മൾ എന്താ എയില് 100 തന്നെ ഉള്ളത്. പക്ഷെ C നമ്മൾ എന്താക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സിയിലെ ചേഞ്ച് കറസ്പോണ്ട് എയിലെ വാല്യൂവിനെ മാറ്റിയിട്ടില്ല. ഇങ്ങനത്തെ ഓപ്പറേഷനാണ് എന്ന് പറയുന്നത് ഡീപ്പ് കോപ്പി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത് എന്തുകൊണ്ടത് ചേഞ്ച് ചെയ്യാത്തത്, ഈ ഡീപ്പ് കോപ്പിയിൽ മെമ്മറി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സമ്മറി. ഇതിൽ ഞാൻ പറയുന്നത് സമ്മറി എന്താണെന്ന് വെച്ചാൽ, ഷാളോ കോപ്പി ആണെങ്കിൽ ഫംഗ്ഷന് വ്യൂ എന്നുള്ള ഫംഗ്ഷനാണ് ഷാളോ കോപ്പിയിൽ ഇടല്. ഓക്കെ, എന്താ ഡോട്ട് വ്യൂ ഡോട്ട് വ്യൂ. ഓക്കെ, 100 2 60 കിട്ടി. എന്നാൽ ഡീപ്പ് കോപ്പിയിൽ നമുക്ക് അറിയണമെങ്കിൽ C ഡോട്ട് കോപ്പി. C ഡോട്ട് കോപ്പി എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി ഡാറ്റ ഷെയർഡ്, ഈ ഷാളോ കോപ്പിയിൽ ഡാറ്റ ഷെയർ സെയിം ആയിരിക്കും, എന്നാൽ ഡീപ്പ് കോപ്പിയിൽ ഡാറ്റ ഷെയർ ഡിഫറെൻ്റ് ആയിരിക്കും. എന്ന് രണ്ടിലും ഇൻഡിപെൻഡൻ്റ് ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും. നമ്മളിവിടെ കണ്ടില്ല, ഇൻഡിപെൻഡൻ്റ് ഒബ്ജക്റ്റ് പറഞ്ഞാൽ ഷാളോ കോപ്പിയിൽ ഇതേ വാല്യൂ വെച്ചിട്ട് തന്നെയാണ് ബി ഉണ്ടാക്കിയത്. പക്ഷെ അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് രണ്ടിലും.
ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യൽ ഷാളോ കോപ്പിയിൽ ഉണ്ട്, പക്ഷെ ചേഞ്ചസ് റിഫ്ലക്റ്റ് എന്തിൽ ഡീപ്പ് കോപ്പിയിൽ വരില്ല. അപ്പോൾ ഇതിൻ്റെ യൂസേജ് പറഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റനെ നമുക്ക് വ്യൂ മാത്രം ചെയ്യണം, പക്ഷെ അതിൻ്റെ ഡാറ്റ കോപ്പി ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോട്ട് വ്യൂ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഡോട്ട് വ്യൂ ഇത് യൂസ് ചെയ്യാം. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ഒറിജിനൽ അറേനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡോട്ട് കോപ്പി യൂസ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഈ ഷാളോ വ്യൂ ഡീപ്പ് വ്യൂ ഷാളോ കോപ്പി ഡീപ്പ് കോപ്പിനെ കുറിച്ചിട്ടും നമുക്ക് പറയാനുള്ളത്. നമ്മൾ മാസ്കിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാസ്കിങ് ഡീപ്പ് കോപ്പി മാസ്കിങ് ക്രിയേറ്റ് ഡീപ്പ് കോപ്പി കേട്ടോ, അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഈ ഷാളോ കോപ്പിയും ഡീപ്പ് കോപ്പിയും സാധാരണ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം. ഷാളോ കോപ്പി വരുന്നത് ഡോട്ട് റീഷേപ്പ് ഷാളോ കോപ്പിയാണ്, സ്ലൈസിങ് ഷാളോ കോപ്പിയാണ്, ഡോട്ട് വ്യൂ ഷാളോ കോപ്പിയാണ്. ഡീപ്പ് കോപ്പി വരുന്നതാണ് എലമെന്റ് വൈസ് ഓപ്പറേഷൻ A+2 എന്നൊക്കെ ഉള്ളത് ഡീപ്പ് കോപ്പിയാണ്. മാസ്കിങ് ഡീപ്പ് കോപ്പിയാണ്, ഡോട്ട് കോപ്പി ഡീപ്പ് കോപ്പിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് NP ഒരു പുതിയൊരു പ്രോപ്പർട്ടിയാണ് NP ഡോട്ട് അറേഞ്ച്. NP ഡോട്ട് അറേഞ്ച് ഒരു 10 കൊടുക്കാം. അപ്പോൾ 1 മുതൽ 9 വരെ കിട്ടി. ഇനി എനിക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് ഇതിനെ ചെറിയ ചെറിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ് ഇത് NP ഡോട്ട് സ്പ്ലിറ്റ്. NP ഡോട്ട് സ്പ്ലിറ്റ് പിന്നെ ഏത് ഇതിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അതിവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഏതാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അത് നമ്മളെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എഫ് എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് F, (3) ഈക്വൽ ഡിവിഷൻ ആണ്. അപ്പം ഈക്വൽ ഡിവിഷൻ വരാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ 0 to ഇതാണല്ലോ അല്ലേ, 3 ആകുമ്പോൾ 0 to 9 അഥവാ 10 ആണ്. അപ്പോൾ 5 കൊടുക്കണം. ഈക്വൽ ഡിവിഷൻ ആണെങ്കിൽ അത് കറക്റ്റ് ഓരോന്നിലും 2 എലമെന്റ് അറേയിൽ 2 എലമെന്റ് ഉള്ള രീതിയിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എറർ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്പയിലെ NP ഡോട്ട് സ്പ്ലിറ്റ് ഫംഗ്ഷൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താക്കുക, നമ്മൾ ഏതാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക, എത്ര ഈക്വൽ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് NP ഡോട്ട് സ്പ്ലിറ്റ്.
സ്പ്ലിറ്റിങ് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉദാഹരണത്തിൽ NP.arrange എഴുതെടുത്തു. അപ്പോൾ 19 വരെയുള്ള അറേ നമുക്ക് കിട്ടി. ഇനി ഇതിൽ എനിക്ക് ഇൻഡെക്സ് വെച്ചിട്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ NP.split ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏതിനാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ദെൻ പിന്നെ ഇൻഡെക്സുകൾ നമ്മൾ ഏതെല്ലാം ഇൻഡെക്സ് വരെയാണ് ഉള്ളത് കൊടുക്കുക. ഓക്കെ, എത്രാമത്തെ ഇൻഡെക്സ് ആണെന്ന് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് 4, 5, 8, 10, 15. അപ്പോൾ ഈ ഇൻഡെക്സ് ഒക്കെ വരുന്ന അത്ര വരെ ഉള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യും. അത് നമുക്കൊന്ന് നോക്കാം അങ്ങനെ വന്നത്. ഇപ്പോൾ 4 കൊടുത്ത് ഇതിൽ അപ് ടു 4 വരെ 0, 1, 2, 3, 4 ഇതുവരെ സ്പ്ലിറ്റ് 4 ഇൻക്ലൂഡഡ് അല്ല, 3 വരെ സ്പ്ലിറ്റായി. അതാണ് ഈ ഫസ്റ്റ് അറേ. മനസ്സിലായില്ലേ? ദെൻ പിന്നെ നമ്മൾ കൊടുത്തത് 5ആണ്. അപ്പോൾ 5ൻ്റെ അതിന് ശേഷം 5 ഉണ്ടാവില്ല, 3ന് ശേഷം ഒറ്റന്ന് മാത്രമേ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഇത് കിട്ടിയത്. പിന്നെ നമ്മൾ കൊടുത്തത് 8ആണ്. അപ്പം ഈ 4 ഓൾറെഡി വന്നു. പിന്നെ 5 മുതൽ 7 വരെ വരും. അത് കഴിഞ്ഞിട്ട് 8ാമത്തേതാകുമ്പോൾ സ്പ്ലിറ്റായി. ഓക്കെ, പിന്നെ നമ്മൾ കൊടുത്തത് 10ആണ്. അപ്പോൾ 9ഉം 8ഉം 10ഉം 9ഉം വരും. 8, 9 ഇവിടെ കിട്ടി. ഓക്കെ, ആൻഡ് സോ ഓൺ ലാസ്റ്റ് വരെ. അങ്ങനെ ആ ഒരു സ്പ്ലിറ്റിംഗ് ആണ്. നമുക്ക് അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേറെ വ്യത്യസ്തമായ സ്പ്ലിറ്റുകളുണ്ട്. ആ രണ്ട് സ്പ്ലിറ്റും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, A is equal to NP, ഇത് ഏത് എന്നാക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ചെയ്താൽ NP.arrange 16 വരെ ഞാൻ കൊടുക്കും. അപ്പോൾ 0 to 16 വരെ കിട്ടും. ഡോട്ട് റീഷേപ്പ് ഇൻറ്റു ഇതിനെ റീഷേപ്പ് ആക്കിയിട്ട് എത്ര 4 into 4ലേക്ക് റീഷേപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 4 into 4 4 റോയും 4 കോളമുള്ള ഒരു ഇത് അറേ കിട്ടിയിരുന്നു. 4 കോളം, 1, 2, 3, 4 കോളം. ഓക്കെ, അപ്പോൾ ഈ ഒരു അറേ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എനിക്ക് ഈ ആനെ എനിക്ക് രണ്ടായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടണം. ഒറ്റ മിനിറ്റ്. ഇങ്ങനെ ഈ രണ്ടായിട്ട് ഇത് ഈക്വൽ ആയിട്ട് ഇങ്ങോട്ട് ഡിവൈഡ് ആയിട്ട് കിട്ടണം. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഏത്, ഹൊറിസോണ്ടൽ സ്പ്ലിറ്റിംഗ്. ഹൊറിസോണ്ടൽ സ്പ്ലിറ്റിംഗ് ഇൻ അബൈ. അതെങ്ങനെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സിമ്പിളാണ്. NP.hSplit എന്ന് കൊടുത്താൽ മതി. hSplit. പിന്നീട് ഏതാണോ നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഒരു അറേ കൊടുക്കുക, കോമ എവിടെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ. അത് ഇപ്പോൾ എനിക്ക് ഈക്വലായിട്ട് കിട്ടുന്ന രണ്ടാമത്തെ 0, 2 കൊടുക്കുക, 1, 2. അപ്പം 2 ഈക്വലായിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. 1, 2 എന്ന് പറഞ്ഞാൽ 0, 1 വരെ കിട്ടും. കാരണം 2 എക്സ്ക്ലൂഡഡ് ആണ്, ഞങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ളത് 2ഉം 3ഉം ആയിട്ട് ഈക്വലായിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൊറിസോണ്ടൽ സ്പ്ലിറ്റിംഗ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ കോളം വൈസ് ആണ് സ്പ്ലിറ്റ് ചെയ്തത്. ഇനി റോ വൈസ് സ്പ്ലിറ്റ് ചെയ്യണം. ഇതേപോലെ ഇതും
ഈ റോയും ഈ രണ്ടാമത്തെ റോയും ഇതിൻ്റെ ഇടയിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഉദാഹരണത്തിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഇതൊന്നായിട്ടും ഇത് രണ്ടായിട്ടും എടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് വെർട്ടിക്കൽ സ്പ്ലിറ്റിങ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സിമ്പിൾ തന്നെയാണ്, ഹൊറിസോണ്ടലിന് പകരം വെർട്ടിക്കൽ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം np ഡോട്ട് വി സ്പ്ലിറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഏതാണ് സ്പ്ലിറ്റിൻ്റെ അറേ കൊടുക്കുക 2. ഇപ്പം ഞാൻ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് 2 കൊടുത്ത്. ഇനിയിപ്പോൾ അതേപോലെ ഈക്വലും 2ആയിട്ട് ഇവിടെ കിട്ടി. ഈക്വലും അങ്ങനെ 1 സ്പ്ലിറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലോ അത് നമുക്കൊന്ന് നോക്കാം. 2 പകരം 1 കൊടുത്ത് നോക്കിയാൽ പോരെ. എറർ വരുമോ ഇതില്ല. അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് 2 1 പകരം 3 കൊടുത്തു. അപ്പം അങ്ങനെയുണ്ട്. ഈക്വൽ ഡിവിഷൻ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷന് നടക്കില്ല. മനസ്സിലായല്ലോ. 1 കൊടുത്തോണ്ട് അത് 0 ആണ്. അപ്പോൾ നമ്മളെ സെയിം സംഭവം തന്നെ കിട്ടി. ഇനി നമുക്ക് വേറെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 അറേകൾ എടുക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കാം. ഇതാണ് ഒന്നാമത്തെ അറേ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അറേ. ഓക്കെ, ഇനി രണ്ടാമത്തെ അറേ ഞാൻ എടുക്കാൻ പോകുന്നത് LP ഡോട്ട് അറേഞ്ച് 15 ഇട്ടിട്ട് അതിനെ റീഷേപ്പ് 3x5 റീഷേപ്പ് ചെയ്ത്. ഓക്കെ, എന്നിട്ട് ബി എൻ്റർ എടുക്കുക. അപ്പോൾ ഇത് 2 അറേ. ഇനി ഈ 2 അറേനെ എനിക്ക് യോജിപ്പിച്ച് ഒരൊറ്റ അറേ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത് വി സ്റ്റാക്ക്. ഓക്കെ, np ഡോട്ട് വി സ്റ്റാക്ക് ഇടുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറേസ് ഏതൊക്കെ ജോയിൻ ചെയ്യേണ്ട അറേസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇടുക. ഓക്കെ, അപ്പോൾ കണ്ടോ ഈ രണ്ട് അറേ നമുക്ക് എന്താ അടിയിലും മുകളിലായിട്ട് വരുന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനാണ് np ഡോട്ട് വി സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി റൈറ്റ് സൈഡിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അതും നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വി സ്റ്റാക്കിന് പകരം സ്റ്റാക്ക് കൊടുത്താൽ മതി. 2 അറേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സിംഗിൾ അറേയാണ്, സിംഗിൾ കോളമുള്ള അറേയാണ്. ഈ ആണെങ്കിലോ ഓക്കെ, അപ്പോൾ എനിക്കിതിൻ്റെ മുന്നായിട്ട് 0 1 2 3 4
0 1 2 3ന്റെ മുന്നായിട്ട് ജോയിൻ ചെയ്യണം. അതിന് നമുക്ക് np ഡോട്ട് സ്റ്റാക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് a, b ഇടാം. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഈ അറേ ഇവിടെ ഇതിൻ്റെ വെർട്ടിക്കലിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട്, ഇവിടെ ജോയിൻ ചെയ്ത് വന്നു. ഓക്കെ, ഇതാണ് ഈ അറേ. മനസ്സിലായല്ലേ? അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു പുതിയൊരു വീഡിയോ ആയി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.